ഹജ്ജിന് ഞമ്മക്ക് ഉമ്മ തന്ന 5 സെന്റ് സ്ഥലം ഉണ്ടായിന് ആ ഓതിയായിട്ട്. ആ അതിന്ന് 1 സെന്റ് വിറ്റ് പിന്നെ ഇങ്ങനെ ഇപ്പൊന്നും ജോലി ചെയ്യുന്നില്ല. ജോലി ചെയ്യുമ്പോ കുറച്ച് പൊന്നാക്കി വെച്ചിട്ടുണ്ട്. അതും വിറ്റിട്ട് ഹജ്ജിന് പോയി. എന്തായിരുന്നു ജോലി? ഉമ്ര മാത്രം വിശുദ്ധ കാബ മാത്രം മനസ്സിൽ കണ്ടുപോയൊരു തീർത്ഥാടകരാ മുസ്തഫ. ഭാര്യയുണ്ട്, കുട്ടികളും ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീഖ് അപ്പമില്ല. നേരെ മൂപ്പരെ കൊണ്ടുപോയത് മക്കളെയൊക്കെ കൊണ്ടുപോയത് ജയിലിലേക്കാ. ആകെ ഒരു നിമിഷം ആലോചിച്ച് നോക്ക്, ഭാഷ അറിയില്ല, പോണത് ഉംറക്ക്, മനസ്സ് നിറയെ വിശുദ്ധ കാബ ഹറമ്, ചെന്നെത്തിയതോ ജയിലിലേക്ക്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഹജ്ജ് ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരാ ഉണ്ടാവുക? ഒന്ന് ഉംറക്ക് പോകാൻ വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂതി ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതൊക്കെ പൂതി ഉണ്ടെങ്കിലും കാശുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് ഉണ്ട്. കാസർഗോഡുള്ള ഈ സാറ എന്നു പേരുള്ള ഈ ഒരു ഉമ്മ, ഈ ഉമ്മക്ക് വാപ്പല്ല, ഉമ്മല്ല, ഭർത്താവില്ല, മക്കളില്ല, ചെറിയൊരു വീട്, അതിൽ ഒറ്റക്കാണ് താമസം. ഈ കാസർഗോഡുള്ള ഉമ്മാക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു ഹജ്ജിന് പോവുക. എങ്ങനെ ഉമ്മാനെ കൊണ്ട് സാധിക്കാം? ആരാ കാശ് കൊടുക്കുക? മക്കൾ കൊടുക്കാനില്ല, വാപ്പല്ല, ഉമ്മല്ല, ഭർത്താവില്ല. പക്ഷേ ഇവിടെ ഉള്ളിലെ നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ, അതാണ്. അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഭൗതികമായ സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളവിടെ നേരെ മക്കയിൽ കൊണ്ടെത്തിക്കും. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖും ഉണ്ടാവും. ഈ ഉമ്മ ഇത്തവണ ഹജ്ജിന് പോയി. ആകെവർക്ക് ഉമ്മ കൊടുത്ത മറിയുമ്മ എന്ന് പറയുന്ന ഉമ്മയുടെ പേര്, ഉമ്മ കൊടുത്തൊരു 5 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ചെറിയൊരു ഒരു 5 സെന്റ് സ്ഥലത്ത് നിന്ന് 2 സെന്റ് സ്ഥലം ഒരാൾക്ക് 2 ലക്ഷം രൂപക്ക് വിറ്റ്. അപ്പോഴും 2 ലക്ഷം ആവുള്ളൂ. 4.5 ലക്ഷമെങ്കിലും വേണ്ട സർക്കാർ ഗ്രൂപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവർ പണ്ട് വീടുകളിലൊക്കെ അപ്പം ഉണ്ടാക്കി വിൽക്കുന്നൊരു സ്വഭാവമായിരുന്നു. ഒറ്റക്ക് അങ്ങനെ നല്ല തൻ്റെ ഇടത്തോടെ ജീവിച്ചൊരു ഉമ്മയാണ്. അങ്ങനെ കിട്ടിയ കാശ് കൊണ്ട് പലപ്പോഴായിട്ട് കിട്ടിയ കാശ് എടുത്തു വെച്ച് കുറച്ച് സ്വർണ്ണങ്ങൾ, ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റും. പിന്നെ ഇവരറിയുന്ന ആളുകളൊക്കെ സഹായിച്ചും 4.5 ലക്ഷം ഉണ്ടാക്കി ഇത്തവണ ഈ സാറാന്ന് പേരുള്ള ഉമ്മ ഹജ്ജിന് പോയി. മാഷാ അല്ലാ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം. പറയുന്നൊരു വാക്കുണ്ട്, നമ്മളൊരു കാര്യം ഉറപ്പിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഉള്ളിൽ നമ്മുടെ നെയ്യത്ത് നന്നാവണം. ആരും കൂടെയില്ല, പിന്തുണക്കാൻ ആളില്ല, സ്വത്തില്ല, തൊന്നുമില്ല. പക്ഷെ സാറ എന്നുള്ള കാസർഗോഡത്തെ ഉമ്മ ഹജ്ജിന് പോകാനുള്ള കാരണം പടച്ച റബ്ബിന്റെ തൗഫീഖ. ഞാൻ ആ ഉമ്മാക്ക് വിളിച്ചു. ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഹജ്ജിന് ഞമ്മക്ക് ഉമ്മ തന്ന 5 സെന്റ് സ്ഥലം ഉണ്ടായിന് ആ ഓതിയായിട്ട്. ആ അതിന്ന് 1 സെന്റ് വിറ്റ് പിന്നെ ഇങ്ങനെ ഇപ്പൊന്നും ജോലി ചെയ്യുന്നില്ല. ജോലി ചെയ്യുമ്പോ കുറച്ച് പൊന്നാക്കി വെച്ചിട്ടുണ്ട്. അതും വിറ്റിട്ട് ഹജ്ജിന് പോയി. എന്തായിരുന്നു ജോലി? ജോലി ഇങ്ങനെ അപ്പം ചുട്ടിട്ടെല്ലാം കൊടുക്കും, പലഹാരമെല്ലാം. മുമ്പ് പലഹ ഇപ്പൊ 5-6 വർഷമായി കഴിയുന്നില്ല, പോക്കില്ല. മുമ്പ് അങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു അല്ലേ? ഉണ്ടാക്കി വിൽക്കും, അങ്ങനെല്ലാം ജോലി എടുത്തോണ്ടുണ്ടായി. അങ്ങനെ ഇപ്പൊ കിട്ടിയ കുറച്ച് 4-5-6 സ്വർണ്ണാഭരണങ്ങളുണ്ട്. കുറച്ചുണ്ടായിന്. അത് കുറച്ച് പകുതി വിറ്റിട്ട് ഉംറ ചെയ്തിന്. ആ ആ ബാക്കി ഒരു മാല ഉണ്ടായിന്, ഇപ്പം വിറ്റ്. ഉംറക്ക് എന്നാ പോയത്? ഉംറക്ക് 4 വർഷമായി. 4 വർഷം മുമ്പ്. എന്നിട്ട് ബാക്കിയാണ് ഇപ്പൊ ഈ ഉമ്മ തന്ന 5 സെന്റിൽ നിന്നാണ് 1 സെന്റ് വിറ്റ് 1 സെന്റ് വിറ്റിട്ട് എത്ര രൂപ കിട്ടി? 2 ലക്ഷം കിട്ടി. 2 ലക്ഷം കിട്ടി. അപ്പോ സർക്കാരിന്റെ ഇതിലാണോ പോയത്? സർക്കാരിന്റെ ബാക്കി കാശിന് ബാക്കി 4 കാശിന് സ്വർണവും ഇതായില്ലേ? ആ അത് ശരി. വിറ്റ് അൽഹംദുലില്ലാ റാഹത്തിൽ ഹജ്ജ് ചെയ്തിട്ട് വന്നു. എന്തായാലും സന്തോഷം. കാരണം സന്തോഷം. ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പോവാൻ ശരി. തൗഫീഖ് ഇല്ലാത്ത ആളുകളുണ്ട്. അത് ഞാനും വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇങ്ങനെ കൊടുത്ത് ഞങ്ങൾ 4 പെണ്ണുങ്ങായിട്ട് കൊടുത്ത് അൽഹംദുലില്ലാ മാഷാ അല്ലാ. സ്ഥലം അടുത്ത വീട്ടിലത്തോളം സ്ഥലം എടുത്ത് ആ ഞാൻ മാലം വിട്ട് ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം വന്നിട്ട് കൊടുത്തത്. അൽഹംദുലില്ലാ അത് പൂർത്തിയായി. ശരി. എന്നപ്പോ തിരിച്ചു വന്നത്? 1-ാം തീയതി. കഴിഞ്ഞ 1-ാം തീയതി വന്നു അല്ലേ? ആ ആ ആ ഈ മാസം 1-ാം തീയതി അല്ലേ? ഈ മാസം 1-ാം തീയതി നിങ്ങളുടെ വന്നു. വീട്ടിൽ ആരൊക്കെ താമസം? എങ്ങനെ മക്കള് ഇല്ല അങ്ങനെയൊക്കെ? ഇല്ല, മക്കളില്ല എനിക്ക്. അത് ശരി. ആ മക്കളൊന്ന് പ്രസവിച്ചിന്, ഒരു മോളെ. അത് മരിച്ചുപോയിന് ചെറുതുണ്ട് നമ്മളെന്നെ. അത് ശരി. ആരുമില്ല, ഞാൻ ഒറ്റക്കന്നെ. ഹസ്ബൻഡ് ഒക്കെ ഒന്നും ഇല്ല? ഇല്ല. ഉമ്മയും ഉപ്പയൊക്കെ? ഉപ്പ എല്ലാം മരിച്ചു. ഉപ്പാനെ അറിയില്ല. ഉമ്മ മരിച്ചിട്ട് 3 വർഷമായി. അതെ. ഇപ്പൊ വീട്ടില് നിങ്ങൾ ഒറ്റക്കാണ് താമസം? ഞമ്മ അടുത്ത് ജ്യേഷ്ഠത്തിന്റെ വീടുണ്ട്. ആ ചിലപ്പോ അവിടെ പോയിട്ട് രാത്രി കിടക്കും. പിന്നെ ആ അല്ലെങ്കിൽ ഏട്ടത്തി ഇങ്ങോട്ട് വരും. അവിടെ ആരം കൊണ്ട് ഏട്ടത്തി ഇങ്ങോട്ട് വരും കിടത്തേരം. അങ്ങനെ അത് ശരി. അങ്ങനെ കാസർഗോഡ് എവിടെയാണ് നിങ്ങളുടെ വീട്? വിദ്യാനഗർ ചെട്ടുംകുയിന്ന് പറയും. വിദ്യാനഗർ അല്ലേ? വിദ്യാനഗറിന് വഴി ചെട്ടുംകുയി. എന്തായാലും അള്ളാഹു നിങ്ങളുടെ ഹജ്ജും ഉംറയൊക്കെ സ്വീകരിക്കട്ടെ. അള്ള ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇന്നോളം. നമ്മ ഇങ്ങനെ കഴിയുന്നു. ഇനിയും ഉണ്ടാവും കറി നിങ്ങൾ. വെച്ചില്ലെങ്കിലും ആ അരി
കിട്ടുന്നതിനോട്ട് വെച്ചിട്ട് മുട്ടാമ്പിളിട്ട് അങ്ങനെ എന്തെങ്കിലും പിടിക്കും. എല്ലാ പിന്നെ ആരോട് ചോദിക്കൂല. പെൻഷൻ എത്ര കിട്ടുക ഒരു മാസം? 1600 കിട്ടുന്നു. അതും റേഷൻ അതിലിങ്ങനെ കട പോന്ന് റേഷൻ കടയിൽ തൈരെല്ലാം വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ ആഗ്രഹം, നീയത്ത് കറക്റ്റ് ആയിരിക്കണം, രണ്ട് പടച്ച റബ്ബിൻ്റെ തൗഫീക്ക് ഉണ്ടാവുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എന്ത് പ്രതിസന്ധികൾക്കിടയിലാണെങ്കിലും നമ്മൾ അവിടെ എത്തും. ഇനി ചില ആളുകൾ കാശ് ചെലവാക്കി അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയും പോയിട്ടും റബ്ബ് അവിടെ തൗഫീക്ക് നൽകിയിട്ടില്ലേ? നമ്മൾ ഉംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ പോയാലും അത് കഴിയില്ല. ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം, മലപ്പുറം ജില്ലയിലെ അരീക്കോടുള്ള മുസ്തഫ എന്ന് പേരുള്ളൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇതുപോലെ ഉംറ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ കാശൊക്കെ എടുത്ത് വെച്ച് ഭാര്യയും മക്കളുടെയും കൂടിയാണ് മൂപ്പര് മക്കത്ത് പോയത്. അങ്ങനെ ഒരു സ്വകാര്യ ഗ്രൂപ്പ് വഴി അദ്ദേഹം ഉംറക്ക് പോയി. പോണ സമയത്ത് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോലോ. അപ്പോൾ മൂപ്പര് അയൽവാസിയുടെ ബന്ധുക്കൾ കുറച്ച് പത്തിരിപ്പൊടിയും ശർക്കരയും ഇതൊക്കെ ഒരു കവറിൽ കൊടുത്തയച്ചിരുന്നു. അതിൽ 210 ഗുളികകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കസ്റ്റംസുകാർ പിടിക്കണ സമയത്ത് ഈ മരുന്ന് അവിടെ, ഈ ഡ്രഗ്സ് കൺട്രോളിൻ്റെ അതിൽ ഇത്രയും മരുന്ന് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഉംറ ചെയ്യാൻ വേണ്ടി നിയത്തും വെച്ച് മനസ്സിൽ കരുതിയിട്ട് ഉംറ മാത്രം, വിശുദ്ധ കഅബ മാത്രം മനസ്സിൽ കണ്ടുപോയൊരു തീർത്ഥാടകരാ മുസ്തഫ. ഭാര്യയുണ്ട്, കുട്ടികളും ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീക്ക് അപ്പമില്ല. നേരെ മൂപ്പരെ കൊണ്ടുപോയത്, മക്കളെയൊക്കെ കൊണ്ടുപോയത് ജയിലിലേക്കാണ്. ആകെ ഒരു നിമിഷം ആലോചിച്ച് നോക്ക്, ഭാഷ അറിയില്ല, പോണത് ഉംറക്ക്, മനസ്സ് നിറയെ വിശുദ്ധ കഅബ, ഹറം, ചെന്നെത്തിയതോ ജയിലിലേക്ക്. അപ്പോൾ ഈ അവസാനം ഇവർക്ക് മനസ്സിലായത് വേറെ ആൾക്ക് കൊടുക്കാനുള്ള ഒരു മരുന്നാണെന്നുള്ളത്. അങ്ങനെ ഓനും പിടിച്ചു. ഏതായാലും അവിടെ ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു, സുബൈർ എന്ന് പേരൊരു നല്ല മനുഷ്യൻ. ആ സുബൈർ ഇടപെട്ടിട്ട് ആ ഭാര്യയും മക്കളിലും 2 ദിവസം കൊണ്ട് തന്നെ ജയിലിൽ നിന്ന് ഒഴിവാക്കിച്ചിട്ട് ഉംറയും നിർവഹിച്ചിട്ട് അവർ നാട്ടിലേക്ക് പോയി. അപ്പോൾ അവരുടെ തൗഫീക്ക് അല്ലാഹ് കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ്. ആ ഒരു മനുഷ്യൻ മുസ്തഫ കഴിഞ്ഞ 2024 ജൂലൈ മാസം ലാസ്റ്റാണ് ഇവർ പോണത്. ജൂലൈ മാസം ഒരു 24-ാം തീയതി ഉംറക്ക് പോയത്. ഇപ്പം ഇന്നലെയാണ് ഇവർ തിരിച്ചെത്തിയത്. 4.5 മാസം 5 മാസമാണ് ആ പാവം മനുഷ്യൻ അവിടെ ജയിലിൽ കിടന്ന് ചെയ്യാത്ത കുറ്റത്തിന്. അങ്ങനെ എത്രയോ പേര് വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അബദ്ധത്തിൽ ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അവരെ ഒന്നും രക്ഷിക്കാനോ അവരെ വേണ്ടിയിട്ട് സംസാരിക്കാൻ പോലും ആളില്ല. അതാണ് വലിയ സങ്കടകരം. ഈ മരുന്ന് നിരോധിച്ചത് കൊണ്ടല്ല, ഇത്രയും അളവിൽ മരുന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗദിയിൽ ഡോക്ടർമാരെ പ്രിസ്ക്രിപ്ഷൻ വേണം. 2, ഈ ഗുളിക നിരോധിച്ചതല്ല പ്രശ്നം. ഈ ഗുളിക ലഹരിക്കായിട്ട് മറ്റു പലരും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഗുളിക കൊണ്ടുവന്നത് ഒരു അസുഖത്തിനായിട്ടാണ്. പക്ഷേ ഇത്രയും അളവിൽ കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ ഒരു നിയമം എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെ പോയതാണ് ഈ പാവം മനുഷ്യനിക്ക് വിനയായത്. 4.5 മാസത്തോളം 5 മാസത്തോളം ജയിലിൽ കിടന്ന് ഒടുവിൽ അവിടുത്തെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി പരിശുദ്ധ ഉംറ നിർവഹിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നലെ മുസ്തഫ എന്ന് പേരുള്ള മലയാളി, മലപ്പുറം അരീക്കോടുള്ള ഒരാൾ നാട്ടിലെത്തിയത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുന്നൊരു രീതി. അപ്പോൾ ആ മനുഷ്യന് ഉംറ നിർവഹിച്ചിട്ട് റബ്ബ് മൂപ്പർക്ക് കൊടുത്ത തൗഫീക്ക് അപ്പോഴാണ്. അള്ളാഹു നമുക്കൊക്കെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അവിടെ മക്കയിലെത്താൻ ദ്വാരക്കുക എന്നുള്ളതല്ല, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീക്ക്. മക്കയിലെത്താൻ ദ്വാരുന്നിട്ട് നമ്മൾ മക്കയിലെത്തും, ഉംറ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ട്. ആ സാറാന്ന് പേരുള്ള ഉമ്മ പണമോ പ്രതാപമോ ഒന്നും അവർക്കില്ല. അവരെങ്ങൾക്ക് വിളിക്കണം, ബന്ധപ്പെടണം തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചോളെ, നമ്പർ ഞാൻ തരാം. കാരണം അവരെ ശരിക്കും അഭിനന്ദനാർഹമുള്ളതാണ്. അവർ ഇത്രയും ഇല്ലായ്മയിൽ നിന്ന് അവർ ഹജ്ജിന് പണം കണ്ടെത്തി എന്നുള്ളത്, അവരാ നിശ്ചയദാർഢ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വിൽ പവർ, എന്ത് വന്നാലും ഞാൻ ഹജ്ജിന് പോകും, അതിൻ്റെ വീടും പറമ്പിൽ നിന്ന് കുറച്ച് സ്ഥലം കൊണ്ട് പോയാലും വേണ്ടില്ല. അള്ളാഹു ആ സാറാന്ന് പേരുള്ള ആ ഉമ്മക്ക് അള്ളാഹു എന്താ പറയുക, ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. ആ വീട്ടിലെ പ്രശ്നങ്ങളും അത്രയും പ്രയാസങ്ങളാണ് അവർക്ക്. ആകെ അവർ ജീവിക്കണത് പെൻഷൻ കൊണ്ടാണ്. ആ പെൻഷൻ പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ റേഷൻ കടയിലാരും കറി വെച്ചില്ലെങ്കിലും അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ എന്ത് കാര്യത്തിനും അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. എന്തായാലും മുസ്തഫ നാട്ടിൽ തിരിച്ചെത്തി, ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞു, വീട്ടുകാരോടൊപ്പം ചേർന്നു. അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചോദ്യം, ഞാനൊരു സ്ഥലത്തിൻ്റെ ഒരു തലസ്ഥാന നഗരിയുടെ പേര് പറയാം. സൻആ ഇതാണ് തലസ്ഥാന നഗരി. സൻആ ഇത് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് എന്നുള്ളതാണ് ചോദ്യം. 2 രാജ്യങ്ങൾ ഞാൻ പറയും, ഇതിലേതാണ് ശരി ഉത്തരം എന്ന് നിങ്ങൾ എഴുതണം. ഒന്ന് യമൻ, മറ്റൊന്ന് സൗദി അറേബ്യ. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.